ഹലോ. ആ വന്നോ? എല്ലാ തവണത്തെ പോലും ഇനി ഈ സെഗ്മെന്റ് കൊണ്ടുവന്ന് നീ വിചാരിക്കണ്ട. ഇത് കണ്ടോ? നീ ഇത്ര അങ്ങോട്ട് കയറി കൊളുത്തു ഞാൻ വിചാരിച്ചില്ല, അതും ഈ പ്രൈസ് കുറവില്. എന്ത് സ്പെക്സ് ഒന്നും കമ്പയർ ചെയ്യണില്ലേ? വാടാ, നമുക്ക് അടുത്ത ബെഞ്ച് വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാടാ. വാടാ നോക്കാം. ഇത് ഡയമൻസിറ്റി 700 പ്രോയാ, പ്രോ. ഓ ശരി സാർ, നമുക്ക് നമ്മുടെ നോർമൽ ഡയമൻസിറ്റി 700 ഓടും. സ്കോർ കണ്ടോടാ, 6,62,000. ഒരു സംശയം, നീ ഡയമൻസിറ്റി 700 പ്രോ എന്നാണോ ലൈറ്റ് എന്നാണോ പറഞ്ഞത്? അൾട്രാ ഗെയിം മോഡാ, വിത്ത് മോഷൻ കൺട്രോളും പിന്നെ കുറെ ഗെയിമിങ്ങിന്റെ അഡ്വാൻസ് ലെവൽ ഫീച്ചേഴ്സ്. എനിക്ക് 7,26,000. ഇത് ചെറുത്. എങ്കിൽ നമുക്ക് സ്റ്റോറേജ് ടെസ്റ്റ് കമ്പയർ ചെയ്യാം. 47,000 എനിക്ക് വന്നേക്കണേ. നിനക്കോ? ഓ സ്റ്റോറേജ് ഇച്ചിരി കുറഞ്ഞു, 43,652 പോയി. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് CPU ടെസ്റ്റ് ചെയ്താലോ? നാളെ നമുക്ക് ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ തന്നെ റൺ ചെയ്യാം. അയ്യോ ഭയങ്കര ത്രോട്ട്ലിങ്. എടാ എന്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നോ ത്രോട്ട്ലിംഗ്. കേട്ടിട്ടുണ്ടാവും നോ ത്രോട്ട്ലിംഗ്. ഞങ്ങളുടെ ഈ ഒപ്റ്റിമൈസേഷനെ ഫൺ ടച്ച് OS യുനോ. ഇനി നിന്റെ സ്കോർ കേൾക്കട്ടെ. മോയെ CPU throttle to 88% of its maximum performance. സാരമില്ല രമണ, നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ആടാ ഓക്കെ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ ചെയ്യാ, ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്, ഡൗട്ട് പറഞ്ഞു കൊടുക്കാൻ പോലും ഞാൻ വേണം. പറയൂ. എടാ അതില്ലേ, ഈ അൾട്രാ വൈഡ് ക്യാമറ ഇല്ലേ, അൾട്രാ വൈഡ് ക്യാമറ, അതിന്റെ ഗുണം എന്താടാ? ദോ വരുവാ. ഞാനേ പോരാട്ടോ, നീ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. 50 MB മെയിൻ ക്യാമറയും പിന്നെ ഒരു ഡെപ്ത് ക്യാമറയും, യുനോ ഡെപ്ത് ക്യാമറ 2 MB. അത് ശരി. ഇതുണ്ടല്ലോ 50 MB 2 ഡുവൽ ക്യാമറ, ഒരു മെയിൻ ക്യാമറ, ഒരു 50 MB അൾട്രാ വൈഡ്. ഇനി നമുക്ക് സെൽഫി ക്യാമറനെ കുറിച്ച് സംസാരിച്ചാലോ? 16 MB. എന്റെ മോനെ, 32 MB സെൽഫി ക്യാമറ. റിയർ ക്യാമറ 4K 30 FPS വീഡിയോ റെക്കോർഡിംഗ് സ്റ്റെബിലൈസേഷൻ, അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ. എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങളാണ് വാല്യൂ ഫോർ മണി. 44 വാട്ടിന് അഡാപ്റ്റർ ബോക്സിൽ തന്നെ വെച്ച അമ്പളം കൊടുക്കണേ, അല്ലാണ്ട് നിന്നെ പോലെ ഒരു വള്ളി ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മൊട്ടും വെച്ചല്ല കൊടുക്കണേ. എടാ ഞാൻ വേണ്ടാന്ന് നോക്കിയപ്പോ നീ ഇത് കണ്ടോടാ. കേക്കടാ, ഇത് കണ്ടോ ഈ കത്തണ സാധനങ്ങള്? കഴിഞ്ഞ നിന്റെ പ്രഹസനമൊക്കെ കഴിഞ്ഞ? നിനക്കറിയാവോ ബെനിഫിറ്റ്സ്? ഫോൺ ജസ്റ്റ് നോർമൽ മോഡിലാണെങ്കിൽ ജസ്റ്റ് കമത്തി വയ്ക്കുമ്പോൾ ഇൻസ്റ്റന്റ് ഫ്ലിപ്പ് ടു ക്ലിഫ് അങ്ങ് ഓൺ ആവും. പിന്നെ ഫോൺ കോൾസ് മൊത്തം സൈലന്റ്, ഇൻസ്റ്റന്റ് ആയിട്ട് ജസ്റ്റ് ഈ ലൈറ്റ് മാറ്റം തെളിയുള്ളൂ. ക്ലിഫ് ടൈമർ, നീ ഇപ്പൊ ടൈമർ സെറ്റ് ചെയ്ത് 100 കാണിക്കും, എന്നിട്ട് കുറഞ്ഞു 0 ഒരു ലൈറ്റിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും. ക്ലിഫ് കമ്പോസർ, നിനക്ക് ഇഷ്ടപ്പെട്ട ടോൺ നിനക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കും, അതനുസരിച്ച് ഇൻഡിക്കേറ്റർ കുറയും കൂടുകയും ചെയ്യും. വേണമെങ്കിൽ നിനക്ക് ഇത് ക്യാമറ ഫ്ലാഷ് ആയിട്ട് അവർ ഉപയോഗിക്കാം. ഈ ഇതിന് 3 ലെവൽസ് ഓഫ് ലൈറ്റിംഗ് വരെ ഉണ്ട്. അവന്റെ രണ്ടും കൂടെ ഡെപ്ത് ക്യാമറ, യുടെ ഫീച്ചേഴ്സ് ആൻഡ് ഹൈ എൻഡ് കസ്റ്റമൈസേഷൻ. എങ്ങനെ? അതൊക്കെ കുറെ കാണും നിങ്ങൾക്ക്. ഞങ്ങളുടെ നീറ്റ് സിമ്പിൾ പിക്സൽ ലൈക്ക് സ്റ്റോക്ക് കൺട്രോൾ എക്സ്പീരിയൻസ് ഇതാണ്. പിന്നെ ഈ സ്ലിം ഡിസൈൻ കണ്ടില്ലേ, എല്ലാവർക്കും എന്നെ മതി. പിന്നെ നീ അങ്ങ് പറഞ്ഞാൽ മതി. ഈ കണ്ടോ ഡിസൈൻ ഒക്കെ? നീ കണ്ടോ? അതെ, ഇവര് പറയും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന്. നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യണ്ട, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട ഡിസൈൻ. ഇവര് കമന്റ് ചെയ്ത് നോക്കാം, നിങ്ങൾ പറയാം കേട്ടോ. ഞാനല്ലേ നല്ലത്. ഒരു സെക്കൻഡ്, ഞാൻ ജെന്യുവൻ ആയിട്ടൊരു കാര്യം പറയട്ടെ. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു IQ Z9 Pro അല്ലേ ഇറക്കും, എന്നിട്ടേ നീ 2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പാ കേട്ടോ. എടാ നീ ചെവി നുള്ളിക്കോട്ടോ. നുള്ളി. എടാ പോടാ. നോട്ടഡ്. അയ്യോ, നീ ഇവൻ പോയി വല്ല IQ Z9 Pro ഇറക്കിയിട്ട് നമ്മുടെ ഫോൺ പൂട്ടിക്കോ?